പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കുന്നത് നിങ്ങൾ ഓർത്തു നോക്കൂ. ആ ഉമ്മയെയും ഉപ്പയെയും പരിചരിച്ച് അവർ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയാൽ ചേ എന്നൊരു വാക്ക് പോലും പറയരുത് എന്ന് പറയുന്നത്. അതിനർത്ഥം എന്താ? ചേ എന്ന് പറയിപ്പിക്കും. കാരണം പ്രായമായി 6ഉം 60ഉം ഒരുപോലെയാണ്. 6 വയസ്സായി കുഞ്ഞ് പലതവണ നമ്മളെ കൊണ്ട് കുസൃതി കാണിച്ചതുപോലെ ഈ 60 വയസ്സ് കഴിഞ്ഞ പ്രായമായ മാതാപിതാക്കളും കുസൃതികൾ കാണിക്കും, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. പക്ഷെ അവിടെ ചേ എന്ന് പറയരുത്. ഒരു വെറുപ്പോ ഒന്നും തോന്നാതെ സ്നേഹത്തോടെ അവരെ പരിചരിക്കുമ്പോ എത്ര പ്രയാസം ഓർത്ത് നോക്കൂ. ഉറങ്ങാൻ കഴിയോ? ചിലപ്പോ ഉറക്കം വിളിച്ച് നോക്കേണ്ടി വരും. പണ്ട് നമ്മൾ കുഞ്ഞു പൈതലുകളായ സമയത്ത് അന്ന് അവർ ഉറക്കം വിളിച്ചതുപോലെ പ്രായമാകുമ്പോൾ നമ്മൾ ഉറക്കം വിളക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ശാരീരികമായും മാനസികമായും ഒക്കെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ പുറത്തിറങ്ങാൻ പറ്റിക്കൊള്ളുന്നില്ല, ടൂർ പോകാൻ പറ്റിക്കൊള്ളുന്നില്ല, ഗെറ്റ് ടുഗദറിന് പോകാൻ പറ്റിക്കൊള്ളുന്നില്ല. ഓരോ നിമിഷവും ഓരോ സമയവും ഇമ വെട്ടാതെ നോക്കിയിരിക്കേണ്ടി വരും മാതാപിതാക്കളെ. പ്രയാസമുള്ള കാര്യം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. പക്ഷെ ചെയ്യണത് എന്തുകൊണ്ടാ? ഈ പറഞ്ഞ സ്വർഗം കിട്ടാനാണ്, അല്ലെ? അവരനുഭവിച്ച ത്യാഗങ്ങളോളം എത്തില്ല നമ്മൾ അവർക്ക് കൊടുക്കുന്ന പരിചരണം. അത്രയേറെ ത്യാഗം സഹിച്ചിട്ടുണ്ട് ഒരു ഉമ്മ, കുടുംബിനിയായ ഒരു മാതാവ്. എത്ര പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കിടന്നുറങ്ങുമ്പോ പോലും നമ്മളെ ചിന്ത എന്താ പ്രിയപ്പെട്ടവരെ? ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കല്ലേ? ഉറങ്ങുകയാണല്ലേ? സ്ലീപ്പ് ഈസ് എ മിനിയേച്ചർ ഫോം ഓഫ് ഡെത്ത് എന്നാണ് പറയുന്നത്. ഉറക്കം എന്ന് പറയുന്നത് മരണത്തിന്റെ ഒരു കുഞ്ഞു രൂപമാണ്. ആ ഉറക്കത്തിലേക്ക് നമ്മൾ പോവാ. രാവിലെ ഞാൻ എഴുന്നേൽക്കുമെന്നൊരു ഉറപ്പും എനിക്കില്ല. ഒരു പക്ഷേ സ്ഥായിയായി ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയേക്കാം, മരണപ്പെട്ടു പോയേക്കാം. അത്ര പോലും ഉറപ്പില്ലാത്ത ഉറക്കത്തിലേക്ക് പോലും നമ്മൾ പോകുമ്പോ പ്രാർത്ഥിക്കുന്ന അവസരത്തില്, നാമം ജപിക്കുന്ന അവസരത്തില് നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്ത എന്താ? അത് ഏത് ഡോക്ടറായിട്ടും കാര്യമില്ല, ടീച്ചറായിട്ടും കാര്യമില്ല, ഇനി കളക്ടറായിട്ടും കാര്യമില്ല. ഓളുടെ ഉള്ളിലുള്ള ചിന്ത എന്താ? തമ്പുരാനെ സുബ്ഹാനല്ലാഹ്, നാളെന്താ ചായക്കടി ഉണ്ടാക്കുക, അൽഹംദുലില്ലാഹ് നാളെന്താ കറി ഉണ്ടാക്കുക. അത് സ്വാഭാവികമാണ്. അമ്മയാണോ? ആ അമ്മയുടെ ഉള്ളിലുള്ള ഒരു കോർഡിനേറ്റർ ആണ് അവിടെ പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടല്ലേ? അവിടെ ഉമ്മണ്ട്, വാപ്പുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, വീട്ടിലുള്ള അംഗങ്ങൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഒരൊറ്റ നാസ്തയിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ഹോട്ടലിൽ പോയ ഈ മനുഷ്യന്മാരൊക്കെ പലതും ഒരു ഓർഡർ ചെയ്യാം, അല്ലെ? പാപ്പാക്ക് പൊറോട്ട ആണെങ്കിൽ ഉമ്മാക്ക് ഇടിയപ്പായിരിക്കും, വല്യമാക്ക് നൂലപ്പായിരിക്കും, കുട്ടികൾക്ക് പുട്ടായിരിക്കും. അപ്പൊ അത്രയും വെറൈറ്റീസ് ഓഫ് ഫുഡ് ഇഷ്ടപ്പെടുന്ന സംഖ്യക്ക് ജനങ്ങളുള്ള നമ്മുടെ വീട്ടില് ആ മനുഷ്യന്മാരുടെ എല്ലാവരുടെയും ഇഷ്ടത്തെ ഒരു ഐക്യത്തോട് കൂടിയിട്ട് ഒന്നിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ആ ഉമ്മയുടെ, ആ കുടുംബിനിയുടെ, ആ സ്ത്രീയുടെ കഴിവാണ്, അവളുടെ കോർഡിനേഷൻ ആണ്. ആ ചിന്തയാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ പോലും ഒരു പക്ഷെ അവൾ മരിച്ചേക്കാം എന്ന ചിന്ത അവളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും അവൾക്കുള്ളിലേക്ക് ഇറങ്ങി വരുന്നത്. അതാണ് ഉമ്മ, അതാണ് സ്ത്രീ, അതാണ് മാതാവ്. ചോദിക്കുന്നത് എന്തും എത്തിച്ചു കൊടുക്കാൻ, ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ചു കൊടുക്കുവാൻ ഇഷ്ടം പോലെ പണവുമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്തു വരുന്ന വാപ്പമാർ, കുടുംബനാഥന്മാർ. നിങ്ങൾ ഓർത്തു നോക്കൂ, അത്രയേറെ പ്രാധാന്യമുണ്ട് ആ സ്ഥാനത്തിന്. അവിടെയൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി ആ ത്യാഗത്തെ മനസ്സിലാക്കി നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ഒരു പ്രയാസമായി കാണാതെ പരിചരിക്കുന്നത് അത്തരത്തിലുള്ള മക്കളെയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത്.